അസീം മുനീറിന് സൂപ്പർ പവർ. സൈന്യത്തിൽ ഇനി ഒരേ ഒരു ശക്തി കേന്ദ്രം. നിയമം മാറ്റി പാകിസ്ഥാന്റെ കരനാവിക വ്യോമസേനകളെ പൂർണ്ണമായും ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഏകീകൃത കമാൻഡിന്റെ തലവനായി ചീഫ് ഓഫ് ഡിഫൻസ് ഫോഴ്സ് സബ് പദവി വഹിക്കുന്ന സൈനിക മേധാവിയായി അസീം മുനീറിനെ നിയമിച്ചുകൊണ്ട് പാകിസ്ഥാൻ പുതിയ സൈനിക നിയമം പാസാക്കി. ഇതോടെ രാജ്യത്തെ സായുധ സേനകളുടെ മേൽ അസീം മുനീറിന് പൂർണ്ണമായ പരമാധികാരം ലഭിക്കും. വ്യാഴാഴ്ച പാകിസ്ഥാൻ നാഷണൽ അസംബ്ലി പാസാക്കിയ ഡിഫൻസ് ഫോഴ്സ് ഓഫ് പാകിസ്ഥാൻ ആക്ട് 2026, നാഷണൽ കമാൻഡ് അതോറിറ്റി ആക്ട് 2010 എന്നിവയിലെ ഭേദഗതികളിലൂടെയാണ് പുതിയ സൈനിക ഘടനയ്ക്ക് നിയമപരമായ സാധുത നൽകിയത്. സായുധ സേനയിലെ ഉദ്യോഗസ്ഥരെ ജോലിയിൽ നിന്ന് വിരമിപ്പിക്കാനും പിരിച്ചുവിടാനും രാജിക്കത്ത് സ്വീകരിക്കാനോ നിരസിക്കാനോ സർവീസിൽ നിലനിർത്താനുമുള്ള പൂർണ്ണ അധികാരം അസീം മുനീറിനായിരിക്കും. കൂടാതെ ഉദ്യോഗസ്ഥരുടെ വിരമിക്കൽ പ്രായപരിധിയിൽ മാറ്റം വരുത്താനും ഇദ്ദേഹത്തിന് അധികാരമുണ്ട്. കരനാവിക വ്യോമസേനകളെ കൂടുതൽ കാര്യക്ഷമമായി സംയോജിപ്പിച്ച് പ്രവർത്തിപ്പിക്കാനും സായുധ സേനയുടെ സുപ്രധാന ഓപ്പറേഷനുകൾ നിയന്ത്രിക്കാനുമുള്ള ചുമതല ചീഫ് ഓഫ് ഡിഫൻസ് ഫോഴ്സിന് കീഴിലായിരിക്കും. ദേശീയ സുരക്ഷ, പ്രതിരോധം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ പ്രധാന സൈനിക ഉപദേശകനായി ഇനി മുതൽ അസീം മുനീർ പ്രവർത്തിക്കും. പുതുതായി രൂപീകരിക്കുന്ന പ്രതിരോധ സേന ആസ്ഥാനം മുനീറിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായിരിക്കും. കഴിഞ്ഞ വർഷം പാകിസ്ഥാൻ പാസാക്കിയ 27ാം ഭരണഘടനാ ഭേദഗതിയുടെ തുടർച്ചയായാണ് ഈ പുതിയ നിയമനിർമ്മാണം. നേരത്തെ ഉണ്ടായിരുന്ന ജനറൽ ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫ് കമ്മിറ്റി എന്ന പദവിക്ക് പകരം സേനാ മേധാവിക്ക് തന്നെ പൂർണ്ണ ചുമതലയുള്ള ചീഫ് ഓഫ് ഡിഫൻസ് ഫോഴ്സസ് എന്ന പുതിയ തസ്തിക നിലവിൽ വന്നു. പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ സാന്നിധ്യത്തിൽ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് ബിൽ പാസ് സഭയിൽ അവതരിപ്പിച്ചു. ആണവായുധങ്ങൾ ഉൾപ്പെടുന്ന തന്ത്രപ്രധാന വിഭാഗത്തിന്റെ ഏകോപനത്തിനായി കമാൻഡർ ഓഫ് ദി നാഷണൽ സ്ട്രാറ്റജിക് കമാൻഡ് എന്ന പുതിയ 4-സ്റ്റാർ തസ്തികയും രൂപീകരിച്ചിട്ടുണ്ട്. ജനറൽ സയ്യിദ് അമീർ റസയെ കഴിഞ്ഞ മാസം ഈ പദവിയിലേക്ക് നിയമിച്ചിരുന്നു. പുതിയ സൈനിക ഘടന നടപ്പിലാക്കുന്നതിൽ ഉണ്ടാകുന്ന തടസ്സങ്ങൾ നീക്കാൻ പാകിസ്ഥാൻ പ്രസിഡന്റിന് പ്രത്യേക അധികാരം നൽകുന്ന വ്യവസ്ഥയും പുതിയ നിയമത്തിലുണ്ട്. ഇതോടെ പാക് പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ മിലിറ്ററി അഡ്വൈസർ കൂടിയായിരിക്കും മുനീർ. ദേശീയ സുരക്ഷ, പ്രതിരോധം, സായുധ സേനയുടെ ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പ്രധാനമന്ത്രിക്ക് ഉപദേശം നൽകുന്നതും കമാൻഡ് നിയന്ത്രണം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഫെഡറൽ സർക്കാരിനോട് ഉത്തരവാദിത്തം വഹിക്കുന്നതും അദ്ദേഹമായിരിക്കും. ഫെഡറൽ സർക്കാരിന് നിയമത്തിൽ വ്യക്തമാക്കിയ അധികാരങ്ങൾക്ക് പുറമെ കൂടുതൽ ചുമതലകൾ മുനീറിന് നൽകാനും സാധിക്കും. പുതിയ കമാൻഡ് സംവിധാനം നടപ്പാക്കാൻ ആവശ്യമായ ചട്ടങ്ങളിലും നിർദ്ദേശങ്ങളിലും മാറ്റം വരുത്താനുള്ള വ്യവസ്ഥകളും നിയമത്തിലുണ്ട്. മാറ്റം പരമ്പരാഗത സൈനിക കമാൻഡിൽ മാത്രം ഒതുങ്ങുന്നതല്ല. പാകിസ്ഥാന്റെ ആണവ കമാൻഡ് സംവിധാനത്തിലും പുതിയ ഘടന വരും. 27ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ കമാൻഡർ ഓഫ് ദി നാഷണൽ സ്ട്രാറ്റജിക് കമാൻഡ് എന്ന പുതിയ 4-സ്റ്റാർ പദവി സൃഷ്ടിച്ചിരുന്നു. തന്ത്രപ്രധാന സേനകളുടെ പ്രവർത്തന ഏകീകരണമാണ് ഈ പദവിയുടെ ചുമതല. ലഫ്റ്റനന്റ് ജനറലായിരുന്ന ജനറൽ സയ്യിദ് അമീർ റസയെ കഴിഞ്ഞ മാസം സ്ഥാനക്കയറ്റം നൽകി ആദ്യ CNSC ആയി നിയമിക്കുകയും ചെയ്തു. 27ാം ഭരണഘടനാ ഭേദഗതിക്ക് പിന്നാലെയുള്ള ആവശ്യമായ നടപടിയാണ് പുതിയ നിയമം എന്നാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ വിശദീകരണം. പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫാണ് നിയമം ദേശീയ അസംബ്ലിയിൽ അവതരിപ്പിച്ചത്. ദീർഘകാലം സൈനിക ഭരണത്തിന് സാക്ഷ്യം വഹിച്ചിട്ടുള്ള പാകിസ്ഥാനിൽ ഇത്രയും അധികാരം സൈനിക മേധാവിയുടെ കൈകളിലേക്ക് കേന്ദ്രീകരിക്കുന്നത് രാജ്യത്തിന്റെ രാഷ്ട്രീയ സൈനിക ബന്ധത്തിലും നിർണായക മാറ്റത്തിന് വഴിയൊരുക്കുന്ന നടപടിയായാണ് വിലയിരുത്തപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.